വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കിർമിച്ച് കി ഗ്യാന്ത് എന്ന ഹിന്ദി പാഠത്തിൻ്റെ 2ാം ഭാഗമാണ്. നമുക്ക് ലെസണിലേക്ക് കിടക്കാം. അരേ ജാ ജാ ബഡ ആയ ഗ്യാന്ത് വാല. ഒന്ന് പോകൂ, വലിയ പന്ത് കളിക്കാരൻ വന്നിരിക്കുന്നു. ക്യാ സബൂത് ഹേ, എന്ത് തെളിവാണുള്ളത്? കി യദി ഗ്യാന്ത് നീച്ചെ ഫേങ്കി ദി, ഈ പന്ത് താഴേക്ക് എറിഞ്ഞതാണെന്നുള്ളതിന്. അനിലിനെ പൂച്ച. അനിൽ ചോദിച്ചു. ദീപകിനെ കഹ, ദീപക് പറഞ്ഞു. ഹാം സബൂത്ത് ഹേ, തെളിവുണ്ട്. പക്ഷേ ഗേന്ദ് ദേഖാതോ, നീ പന്തിങ്ങോട്ടത് കാട്ടിത്തരൂ. മേ ഫൗരൻ ബതാദൂങ്ക, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഫൗരൻ മീൻസ് പെട്ടെന്ന്. ദിനേശിനെ ദേഖാക്കി ഛഗഡ ബഡ് രഹാ ഹേ, ദിനേശ് കണ്ടു വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഛഗഡ ബഡ് രഹാ ഹേ, വഴക്ക് കൂടി വരികയാണ്. ഗേന്ദ് ഹാദ്യാനെ കേലിയെ, പന്ത് കൈവശപ്പെടുത്തുവാനായി ദീപക് സുധീർ ഓർ സുനിൽ കെ സഹാര ലേ രഹാ ഹേ, ദീപക് ആണെങ്കിൽ സുനിലിൻ്റെയും സുധീറിൻ്റെയും സഹാര മീൻസ് സഹായം തേടുകയാണ്. പന്ത് കൈവശപ്പെടുത്തുവാനായി ദീപക് സുധീറിൻ്റെയും സുനിലിൻ്റെയും സഹായം തേടുകയാണ്. വഹ് ജാൻതാതാക്കി, അവനറിയാമായിരുന്നു. യദി ഗ്യാന്ത് ദീപക് കെ പാസ് ചലി ഗയി തോ, ഈ പന്ത് ദീപകിൻ്റെ കൈകൾ ചെല്ലുകയാണെങ്കിൽ ഏ തീനോ മിൽക്കർ ഖേലെങ്കി, അവർക്ക് 3 പേർക്കും ഒരുമിച്ച് കളിക്കാമല്ലോ. അച്ഛാ മേ ഗേന്ദ് ലാ രഹാ ഹും, അച്ഛാ മേ ഗേന്ദ് ലാ രഹാ ഹും, ഞാൻ പന്ത് കൊണ്ടുവരാം. പരന്തു ജബ് തക് പക്കാ സബൂത്ത് നഹി മിലേഗ, എന്നാൽ എപ്പോഴാണോ ജബ് തക് പക്കാ സബൂത്ത്, ശരിയായ തെളിവ്, നഹി മിലേഗ, കിട്ടാതെ വരുന്നത്, മേ കിസി കോ ദൂങ്ക നഹീം, അങ്ങനെയാണെങ്കിൽ ഞാനിത് ആർക്കും നൽകിയില്ല. ദിനേശിനെ കഹ, ദിനേശ് എന്താണ് പറഞ്ഞത്? പരന്തു ജബ് തക് പക്കാ സബൂത്ത് നഹി മിലേഗ, ശരിക്കുള്ള തെളിവ് കിട്ടിയില്ലെങ്കിൽ മേ കിസി കോ ദൂങ്ക നഹീം, ഞാനിത് ആർക്കും തരില്ല. ദിനേശിനെ കഹ, ദിനേശ് പറഞ്ഞു. ഗേന്ദ് ആ ഗയി, പന്ത് വന്നു. ദീപക് ഉസേ ദേഖ്തേ ഹി ബോല, ദീപക് അത് കണ്ടേ ഉടനെ പറഞ്ഞു. യഹ് മേരി ഹേ, ഇതെൻ്റേതാണ്. യഹി ഹേ മേരി ഗേന്ദ്, ഇത് തന്നെയാണ് എൻ്റെ പന്ത്. യഹ് ലാൽ രംഗ് കാ നിശാൻ മേരി ഹി ഗേന്ദ് പർ ഥാ, ഈ ചുവന്ന നിറത്തിലുള്ള അടയാളം എൻ്റെ പന്തിലാണുള്ളത്. നിശാൻ മീൻസ് അടയാളം. വാഹ് സഫി ഗേന്ദ് പർ ഏസാ ഹി നിശാൻ ഹോത്താ ഹേ, എല്ലാ പന്തിലും ഇതുപോലുള്ള അടയാളം ഉണ്ട്. വാഹ് സഫി ഗേന്ദ് പർ, എല്ലാ പന്തിലും ഏസെ ഹി നിശാൻ ഹോത്തേ ഹേ, ഈ തരത്തിലുള്ള അടയാളമുണ്ട്. അനിലിനെ ദിനേശ് കാ സാത്ത് ദേത്തെ ഹുയെ കാ, അനിൽ ദിനേശിനോട് ചേർന്ന് പറഞ്ഞു. അനിലിനെ ദിനേശ് കെ സാത്ത് ദേത്തെ ഹുയെ കാ, ദീപകിനെ ഫിർ ജോർ ലഗായ, മേ അപ്പനെ പാപ്പാ സേ കഹൽവാ സക്താ ഹും, ദീപക് ആണെങ്കിൽ വീണ്ടും പറഞ്ഞു. മേ അപ്പനെ പാപ്പാ സേ കഹൽവാ സക്താ ഹും, എനിക്ക് എൻ്റെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും. കി ഗാന്ത് മെരി ഹേ, ഈ പന്ത് എൻ്റേതാണെന്ന്. അരേ ജാ, ഒന്ന് പോ. ഏസേ തോ മേ അപ്പനെ ബഡേ ഭായ് സേ കഹൽവാ സക്താ ഹും, അങ്ങനെയാണെങ്കിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ കൊണ്ട് എനിക്ക് പറയിപ്പിക്കാൻ സാധിക്കും. ഏസേ തോ, അങ്ങനെയാണെങ്കിൽ മേ അപ്പനെ ബഡേ ഭായ് സേ, ഞാൻ എൻ്റെ മൂത്ത സഹോദരനെ കൊണ്ട് കഹൽവാ സക്താ ഹും പറയിപ്പിക്കാൻ കഴിയും. ഈ ഗേന്ദ് ദിനേശ് കി ഹി, ഈ പന്ത് ദിനേശിൻ്റേതാണെന്ന്. അനിലിനെ കഹ, അനിൽ പറഞ്ഞു. കുച്ച് ഫി ഹോ, എന്തായാലും ഗേന്ദ് മേരി ഹേ, പന്ത് എൻ്റെതാണ്. ദീപകിനെ ഉസേ ധർത്തി പർ മാർത്തേ ഹുവേ കഹ, ദീപക് നിലത്തേക്ക് അടിച്ചുകൊണ്ട് പറഞ്ഞു. ധർത്തി പർ ധപ്പ പടുത്തേ ഹുയേ, ധർത്തി പർ ധപ്പ പടുത്തേ ഹുയേ, ഭൂമിയിൽ തട്ടിയിട്ട് മേരി ഗേന്ദ് മേ ഏസി ഹി ആവാസ് ആത്തി ഹേ, എൻ്റെ പന്ത് നിലത്ത് തട്ടുമ്പോൾ ഇതേ സൗണ്ടാണ് ഉണ്ടാകുന്നത്. ധർത്തി പർ ധപ്പ പടുത്തേ ഹുയേ, നിലത്ത് വന്ന് വീഴുമ്പോൾ അല്ലെ തട്ടുമ്പോൾ, മേരി ഗേന്ദ് മേ ഷേ, എൻ്റെ പന്തിൽ നിന്ന് ഏസി ഹി ആവാസ് ആത്തി ഹി, ഇതുപോലുള്ള സൗണ്ട് വന്നിരുന്നു. മേരെ സാത്ത് ബാസാർ ചൽ, എൻ്റെ കൂടെ ചന്തയിൽ വരും.
ദൂക്കാൻ നബ്ബർ ജിത്തനി ഗേന്ദ് കടകളിൽ എത്രമാത്രം പന്ത് തൂക്കിയിട്ടുണ്ട്. സഫീക്ക് ധപ്പേക്ക് ആവാസ് എ സി ഹി ഹോഗി എല്ലാം നിലത്ത് തട്ടിയാലും ഇതേ സൗണ്ടാണ് വരുന്നത്. സഫീസെ ദപ്പ ദപ്പേ കി ആവാസ് എന്തിനാ തട്ടിയാലും എ സി ഹി ആവാസ് എ സി ഹി ഹോഗി സൗണ്ട് ഇത്തരത്തിലുള്ളതാണ്. അനിലിനെ ഫിർ ഉസ്കി ബാത്ത് കാട്ടി അനിൽ വീണ്ടും അവൻ്റെ വാക്കുകളെ ഖണ്ഡിച്ചു. അച്ചി ബാത്ത് ഹെ നല്ല കാര്യമായി. തോ മേ ഇസെ സഡക് പർ ഫേങ്ക് ദൂങ്ക അങ്ങനെയാണെങ്കിൽ ഞാനിതിനെ വഴിയിലേക്ക് ഇങ്ങനെ എറിഞ്ഞളയാം. ദേഖും കൈസെ കോയി ഖേലക കാണാം ആരെങ്ങനെ കളിക്കുമെന്ന്. ദീപക് ने जैसे ही गेंद को सड़क पर फेंकने के लिए हाथ उठाया दीपक ने जैसे ही गेंद को सड़क पर फेंकने के लिए हाथ उठाया ദീപക് പന്തെടുത്ത് വഴിയിലേക്ക് എറിയാനായി കൈ ഉയർത്തിയപ്പോൾ कि अनिल और दिनेश ने അനിലും ദിനേശനും उसे पकड़ दिया अनिലും ദിനേശും ഇവനെ അങ്ങ് പിടിച്ചു. उसे पकड़ दिया. अब दीपक ने रुआम से होते हुए अपने अंतिम हथियार आजमाया. अब दीपक ने അപ്പോൾ ദീപക് എന്ത് ചെയ്തു? रुआम से होते हुए കരയുന്ന രീതിയിൽ അവൻ കരയുന്നതായിട്ട് അടവ് കാണിക്കാം. रुआम से होते हुए अपने अंतिम हथियार തൻ്റെ അവസാനത്തെ അടവ് പരീക്ഷിക്കുകയാണ്. അജ്മായ പരീക്ഷിച്ചു. ഹദിയാർ അജ്മായ മീൻസ് അടവ് പരീക്ഷിച്ചു. അപ്പോൾ അവൻ്റെ അവസാനത്തെ അടവ് കരഞ്ഞുകൊണ്ട് പ്രകാശിപ്പിക്കുകയാണ്. പോലെ യാ തോ ഗേന്ദ് മുച്ഛേ ദേ ദോ യാ തോ ഗേന്ദ് മുച്ഛേ ദേ ദോ നഹീം തോ എനിക്ക് തരൂ ഇല്ലെങ്കിലോ മേ ഇസ്കെ പൈസെ സുനിൽ സേ ലൂങ്ക ഞാനിതിൻ്റെ കാശ് സുനിലിനോട് മേടിച്ചോളാം. अब तो सुनील दीपक और सुधीर का गुट मजबूत होने लगा. അപ്പോഴാണെങ്കിൽ സുനിലും ദീപക്കും സുധീറും ഒക്കെ ഗുഡ് മജ്ബൂത്ത് ഹോനെ ലഗ ഒരു നല്ല സുഹൃത്തുക്കളാകാൻ തുടങ്ങി. തീനോം കാഹി കഹനാഥാക്കി മൂന്ന് പേരും പറഞ്ഞു കി ഗാന്ത് ദീപക് ഹേ ഈ പന്ത് ദീപകിൻ്റേതാണ്. അവർ മൂന്നും ചേർന്ന് പറഞ്ഞു. ഉസേ ഹി മിൽത്തി ചാഹി അത് അവന് കൊടുക്കാം. तीनों का ही कहता था कि गेंद दीपक की है और उसे ही मिलती चाहिए ആ പന്ത് അവന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ദിനേശ് അബ് തക് ചുപ്പാത ദിനേശ് അതുവരെ മിണ്ടാതിരുന്നു. വാസ്തവമേ ദിനേശ് കാ മൻ ശരിക്കും പറഞ്ഞാൽ ദിനേശിൻ്റെ മനസ്സിലും ഉസ് സമയം ആ സമയം സബ്കെ ഹാത്ത് മിൽക്കർ ഉസ് ഗേന്ദ് സെ ഖേൽനെ കർ രഹാ താ എല്ലാവരോടെ സബ്കെ സാത്ത് മിൽക്കർ എല്ലാവരും ഒന്നിച്ച് ഉസ് ഗേന്ദ് സെ ഖേൽനെ കോ ആ പന്ത് കളിക്കുന്നതിന് തയ്യാറായിരുന്നു. അതിനുവേണ്ടി മനസ്സായിരിക്കുകയാണ് അവൻ. ഉസ് സമയം സബ്കെ ഹാത്ത് സാത്ത് മിൽക്കർ ഉസ് ഗേന്ദ് സെ ഖേൽനെ കോ കർ രഹാ താ അവൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു എല്ലാവരും കൂടി പന്ത് കളിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അബ് ചുപ്പ് ഹി രഹോ ചകട ബാത്ത് മേ കർ ദേങ്കെ എല്ലാവരും മിണ്ടാതിരിക്കുക വഴക്ക് പിന്നെ കൂടാം. അപ്പനെ ബെല്ലേ ആവൂ എല്ലാവരും ഞങ്ങളുടെ ബാറ്റ് എടുത്തുകൊണ്ട് വരൂ. ബെല്ലേ മീൻസ് ബാറ്റ് എടുത്തുകൊണ്ട് വരൂ. പകലെ ഖേലേം ആദ്യം നമുക്ക് കളിക്കാം. 5 मिनट के भीतर ही खेल आरंभ हो गया. 5 मिनट के भीतर 5 മിനിറ്റിനുള്ളിൽ ഭീതർ മീൻസ് ഉള്ളിൽ 5 मिनट के भीतर ही खेल आरंभ हो गया 5 മിനിറ്റിനുള്ളിൽ കളി തുടങ്ങി. ദിനേശ് ബല്ലേ ബാജി കർ രഹാ താ ബാറ്റിങ്ങിന് നിൽക്കുന്നത് ദിനേശാണ്. ദിനേശ് ബല്ലേ ബാജി മീൻസ് ബാറ്റിംഗ് കർ രഹാ താ ദിനേശാണ് ബാറ്റിങ്ങിന് നിൽക്കുന്നത്. അപ്പോൾ ഈ 2-4 ബാർ ഹി ഖേലാ താ 2-4 പ്രാവശ്യം നിറഞ്ഞു അത്രയും കളിയെ വന്നുള്ളൂ. ഈ വക ചമത്ദാർ നൈ ഗേന്ദ് ആ സമയത്ത് ആ നല്ല തിളക്കമുള്ള പുതിയ പന്ത് ഏകദം ജോർസേ ഉച്ചലി പെട്ടെന്ന് ആകാശത്തേക്ക് ഉയർന്നു. അവർ ദർവാജ പാർക്കർ വാതിലും കടന്ന് സഡക് പർ ജാത്തെ ഹുയെ ഏക്ക് സ്കൂട്ടർ മേ ബനി വഴിയിലൂടെ കടന്നു പോകുന്ന സ്കൂട്ടറിലുണ്ടാക്കിയിരുന്ന സാമാൻ രഖനേക്ക് ജാലിദാർ ഡോക്കരിമേ സാധനങ്ങൾ വെക്കാനുള്ള നെറ്റ് കൊണ്ടുണ്ടാക്കിയ കുട്ടയിൽ ജാഗിരി അതിൽ ചെന്ന് വീണു. ഗിരി മീൻസ് വീണു. അതെങ്ങോട്ടാണ് വീണത്? വഴി കൂടെ ഓടിപ്പോയിക്കൊണ്ടിരുന്ന ഒരു സ്കൂട്ടറിൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ ഉപയോഗിച്ചിരുന്ന കുട്ടയിൽ ചെന്ന് വീണു. നെറ്റ് കൊണ്ടുണ്ടാക്കുക ജാലിദാർ ഡോക്കരി നെറ്റ് കൊണ്ടുണ്ടാക്കുക കുട്ടയിൽ ചെന്ന് വീണു. സ്കൂട്ടർ വാലെ കോ ഷായത് പതാ ഫി നഹീം
സ്കൂട്ടർ വാലുണ്ടോ? ഇതൊരു പക്ഷേ അറിഞ്ഞു പോലുമില്ല. ഷായദ് മീൻസ് ഒരു പക്ഷേ. പതാഭി നഹീം ചല, അവനറിയാതെ അങ്ങ് പോയി, അറിഞ്ഞു പോലുമില്ല. തേജി സേ ചലത്തെ ഹുയേ, സ്കൂട്ടർ, വേഗത്തിൽ പോകുന്ന സ്കൂട്ടർ കെ സാത്ത്, അതിൻ്റെ ഒപ്പം ഗേന്ദ് ഭി ചലി ഗയി, വേഗത്തിൽ പോകുന്ന സ്കൂട്ടറിൻ്റെ കൂടെ പന്തും അങ്ങ് പോയി. അതിൻ്റെ കുട്ടയിലല്ല വന്ന് വീണത്. ബച്ചെ പഹലേത്തോ ചില്ലാത്തെ ഹുയെ സ്കൂട്ടർ കെ പീച്ചെ ഭാഗെ, കുട്ടികളാണ് എന്ത് ചെയ്തു? പഹലേത്തോ ആദ്യം തന്നെ, ചില്ലാത്തെ ഹുയെ അലറി വിളിച്ചുകൊണ്ട്, സ്കൂട്ടർ കെ പീച്ചെ ഭാഗെ സ്കൂട്ടറിൻ്റെ പുറകെ ഓടി. പരന്തു ജൽദി ഹി സബ് രുകെ, പെട്ടെന്ന് തന്നെ അവർ നിന്നു. വേ സമച്ച് ഗേ, അവർക്ക് മനസ്സിലായത് എന്താണ്? തേക്ക് സ്കൂട്ടർ കെ പീച്ചെ ഭാഗ്ന ബേക്കാർ ഹെ, സ്കൂട്ടറിൻ്റെ പുറകെ ഓടുന്നത് വെറുതെയാണ്. ഏക്ക് പൽ കെ ലിയേ സഫീനെ ഏക്ക് ദൂസരെ ഓർ ദേക്ക, ഒരു നിമിഷം അത് അന്യോന്യം നോക്കി. और फिर സഫി ടഹരാക്ക മാർക്കർ ഹസ്പടെ, പെട്ടെന്ന് എല്ലാവരും ടഹാക്ക മാർക്കർ ഹസ്പടെ, എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ടഹാക്ക മാർക്കർ ഹസ്പടെ, എല്ലാവരും പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു പോയി. ഈ കഥ എഴുതിയ ശാന്തകുമാരി ജയനാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.